മലപ്പുറം വളാഞ്ചേരിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ കോപ്പർ വയറുകൾ മുറിച്ചെടുത്ത് കവർന്ന നിലയിൽ വലിയകുന്ന് കാളഞ്ചിറ സാദിഖിന്റെ പണി പൂർത്തിയായിരുന്ന ഇരുനില വീട്ടിലാണ് കവർച്ച നടന്നത്. പുതുതായി സ്ഥാപിച്ച ഏകദേശം 1 ലക്ഷം രൂപ വില മതിക്കുന്ന ഇലക്ട്രിക് വയറുകളാണ് മോഷ്ടാക്കൾ മുറിച്ചു കടത്തിയത്. വലിയകുന്ന് കാളഞ്ചിറ സാദിഖിന്റെ ഇരുനില വീട്ടിൽ കഴിഞ്ഞ 2 മാസമായി ഇലക്ട്രിക് വയറിംഗ് ജോലികൾ നടന്നു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെ പണികൾ അവസാനിപ്പിച്ച് തൊഴിലാളികൾ വീട് പൂട്ടി പോയിരുന്നു. എന്നാൽ പിറ്റേന്ന് രാവിലെ ജോലിക്കായി വീണ്ടും എത്തിയപ്പോഴാണ് വീടിനകത്ത് കവർച്ച നടന്ന വിവരം ശ്രദ്ധയിൽപ്പെടുന്നത്. ഞങ്ങള് വൈകിട്ട് ഇവിടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ വൈകിട്ട് ഒരു 4:30 ശേഷം പണി മാറ്റി ഒരു 6 മണി വരെ ഞാൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വാതിൽ പൂട്ടി പോയതായിരുന്നു. അത് പിന്നെ രാവിലെ വന്ന് നോക്കുമ്പോഴാണ് ഡോറ് തുറന്നു കിടക്കണ കണ്ടത്. അപ്പോൾ പിന്നെ പൂട്ടിന്നൊല്ലൊന്ന് നോക്കി പോയേക്കാണ് നമ്മള് വയറിങ് നോക്കുമ്പോൾ വയർ കംപ്ലീറ്റ് കട്ടായി പോയിട്ടുണ്ട്. അത് മേലെ ചില വയർ കിട്ടാത്തത് അവർ കട്ട് ചെയ്തിട്ട് ഇതാക്കിയിട്ടുണ്ട്. കെട്ടിടത്തിന്റെ 2 നിലകളും സ്ഥാപിച്ചിരുന്ന വില കൂടിയ കോപ്പർ വയറുകൾ പൂർണ്ണമായും മുറിച്ചെടുത്ത നിലയിലായിരുന്നു. പലയിടങ്ങളും കേബിളുകൾ വെട്ടിമുറിച്ച് നശിപ്പിച്ചിട്ടുമുണ്ട്. ഭാഗികമായി നശിപ്പിക്കപ്പെട്ട ഈ കേബിളുകൾ ഇനി പൂർണ്ണമായും അഴിച്ചുമാറ്റി പുതിയത് സ്ഥാപിച്ചാൽ മാത്രമേ ഇലക്ട്രിക് ജോലികൾ പുനരാരംഭിക്കാൻ സാധിക്കൂ എന്ന് വീട്ടുടമസ്ഥൻ പറഞ്ഞു. ഇത് വലിയ സാമ്പത്തിക നഷ്ടത്തിനും സമയനഷ്ടത്തിനുമാണ് ഇടയാക്കിയത്. സമാനമായ രീതിയിലുള്ള കവർച്ചകൾ കഴിഞ്ഞ 4 മാസത്തിനിടെ വളാഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലുമായി 2 കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളെ ലക്ഷ്യമിട്ട് വലിയൊരു മോഷണ സംഘം തന്നെ പ്രദേശത്ത് സജീവമാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഒരു 1 മാസം മുന്നേ ഇവിടെ അടുത്തുണ്ട്. പിന്നെ അതിന്റെ അപ്പുറത്ത് നമ്മളെ നീലാടപ്പാറ ഭാഗത്തുണ്ട് എന്നുള്ള അംഗൻവാടി ടീച്ചർ നമ്മളവിടുത്തെ അംഗൻവാടി ടീച്ചർ പറയും അവിടെ അങ്ങനെ നടന്നിട്ടുണ്ട്. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ വലിയൊരു സാമൂഹിക വിപത്താണ്. കാരണം വെച്ചാലേ ഇത് പറഞ്ഞ നഷ്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നവർക്ക് ചെറിയൊരു സംഖ്യ കിട്ടുക, വേറെ ഒരു കഷ്ണം കൂട്ടിക്കൊണ്ടുപോകുക. പക്ഷെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പെൻസീവ് വരുന്നത്. സംഭവത്തെ തുടർന്ന് വീട്ടുടമസ്ഥനായ സാദിഖ് വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മോഷ്ടാക്കളെ കണ്ടെത്താനായി പ്രദേശത്തെയും സമീപത്തെ പ്രധാന റോഡുകളിലെയും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് മലയാളം, മലപ്പുറം.